നിയമസഭാ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി പാർട്ടിയുടെ അടിത്തട്ട് മുതൽ ശക്തിപ്പെടുത്തുന്ന നടപടികൾ ആരംഭിച്ച് കോൺഗ്രസ് നേതൃത്വം. ബൂത്ത് വാർഡ് തലം മുതൽ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അനുസ്മരണ യോഗങ്ങളും കുടുംബ സംഗമങ്ങളും സംഘടിപ്പിക്കുന്നത്. ഉടുമ്പൻചോലയിൽ വിവിധ മേഖലകളിൽ സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മിക്ക പഞ്ചായത്തുകളും കോൺഗ്രസിന് ജില്ലയിൽ നഷ്ടമായത്. മുമ്പ് കൈവശമുണ്ടായിരുന്ന ചില പഞ്ചായത്തുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ടായി. പരാജയത്തിലും കൃത്യമായ വിലയിരുത്തലുകൾ പാർട്ടി നേതൃത്വം നടത്തിയിരുന്നു. പോരായ്മകൾ പരിഹരിച്ച് സ്വയം വിമർശനപരമായി ഏറ്റെടുക്കേണ്ടവ ഏറ്റെടുത്തുകൊണ്ട് സംഘടനയെ അതിശക്തമായി താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ പാർട്ടി ഘടകങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. നിർജീവമായിരുന്ന വാർഡ് കമ്മിറ്റികൾ സജീവമാക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി പാമ്പാടുംപാറ മണ്ഡലം 6-ാം വാർഡ് കമ്മിറ്റിയുടെ കുടുംബസംഗമവും ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും തേർഡ് ക്യാമ്പ് ജനതാ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായാണ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയും വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയുമാണ് യോഗം ആരംഭിച്ചത്. പുഷ്പാർച്ചന വാർഡ് പ്രസിഡന്റ് സി സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CS യശോധരൻ ഉദ്ഘാടനം ചെയ്തു. KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി. MGRന്റെയും ഒക്കെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം പറയുന്നത് 25 ലക്ഷം 30 ലക്ഷം എന്നൊക്കെയാണ്. അതൊക്കെ മൈതാനത്തേക്ക് വരുന്നു ആളുകൾ, പിന്നീട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രം എന്ന് പറയാൻ പറ്റത്തില്ല, ഇത്രയും ആളുകൾ പങ്കെടുത്ത ഒരു ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ളൊരു യാത്ര, കേരളത്തിന്റെ പകുതിയെടുത്ത യാത്ര, പകുതിയില്ല 1/3 സ്ഥലത്തേ എത്തിയുള്ളൂ. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്തണമെങ്കിൽ ഏതാണ്ട് 600-650 കിലോമീറ്റർ യാത്ര ചെയ്യും. അപ്പോൾ അതിൻ്റെ 1/3 200 കിലോമീറ്റർ മാത്രമാണ് പുതുപ്പള്ളിയിൽ നിന്ന് പുതുപ്പള്ളി വരെ. തിരുവനന്തപുരത്തെ പുതുപ്പള്ളിയിലെ വസതിയിൽ നിന്ന് കോട്ടയത്തെ പുതുപ്പള്ളിയിൽ വരെ 200 കിലോമീറ്റർ. ആ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള വാഹനം അവിടെ എത്തിച്ചേരാനുണ്ടായ സമയം നിങ്ങൾക്കറിയാം. 24 അല്ല 48 മണിക്കൂർ കഴിഞ്ഞു. നേതാക്കളായ ടോമി ജോസഫ്, അബ്ദുൽ മജീദ്, ജോയ് വർഗീസ്, KC സണ്ണി, ആൻസമ്മ മാത്യു, KJ ജോസഫ്, ലതാ ചന്ദ്രൻ, ജോർജ് കുട്ടി, മോളി മാർക്കോസ്, ഐഷ മജീദ് എന്നിവർ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിൽ മേഖലയിൽ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.